പലപ്പോഴും ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന മാഷ്മാരും അതുപോലുള്ള ചില ബുദ്ധിജീവികളൊക്കെ പറയും ഖുർആൻ നമുക്ക് പരിചിന്തനം നടത്താനും ആശയം ഗ്രഹിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഖുർആന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ളത് തന്നെയാണ്. എന്നാൽ പരിചിന്തനം നടത്താൻ വേണ്ടി പറയുമ്പം പലപ്പോഴും പാരായണത്തെ ചെറുതാക്കി പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടാറുണ്ട്. സാധാരണ പറയും, ഒരു ഡോക്ടറുടെ കുറിപ്പടി നമുക്ക് തന്നാൽ, ഒരു ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നാൽ ആരെങ്കിലും പാരസിറ്റമോൾ, കാൽപോൾ അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞിരിക്കോ, അതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് അത് സേവിക്കുമോ? അപ്പോൾ ഡോക്ടറുടെ കുറിപ്പടി ആവർത്തിച്ച് വായിക്കുന്നില്ലല്ലോ, അത് നീട്ടിമണിച്ച് പാരായണം ചെയ്യുന്നില്ലല്ലോ, മറിച്ച് അതുമായി പോകുന്നു, നേരെ മരുന്ന് വാങ്ങുന്നു, കഴിക്കുന്നു. അപ്പോൾ ഖുർആൻ പരിചിന്തനം നടത്താനുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ശരിയാണ്. അപ്പോൾ പാരായണത്തിനൊരു വില കുറക്കുന്ന രീതിയിൽ അറിയാതെ സംസാരിച്ചു പോകാറുണ്ട്. എന്നാൽ ഖുർആൻ ഡോക്ടറുടെ കുറിപ്പടി പോലെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉരുപ്പടി പോലെയോ ഒന്നല്ല, മറിച്ച് അതിൻ്റെ പാരായണം പ്രധാനമാണ്, പരിചിന്തനം പ്രധാനമാണ്. അത് വെറുതെ കേൾക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്, അത് രോഗങ്ങൾക്ക് ശിഫയാണ്, അത് മരണാസന്നനായി നിൽക്കുന്ന വ്യക്തിക്ക് പോലും ഓതി കേൾപ്പിക്കാനുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്കറിയാം, നമ്മൾ ഡോക്ടറുടെ കുറിപ്പടി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം അവിടെ കൂടി നിൽക്കുന്നവരോട് ഞാൻ ഈണത്തിൽ രാഗത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കൂ, പ്രസംഗം കേൾക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് തീരെ ചേരുന്നില്ല. ചിലപ്പോൾ ഇരിക്കുന്നവരെ എണീച്ചു പോകും കേട്ടാൽ. എന്നാൽ ഖുർആനാണെങ്കിൽ അതിനൊരു പാരായണ നിയമമുണ്ട്, അതിൽ നീട്ടാനുണ്ട്, മണിക്കാനുണ്ട്, അതിന് തജ്വീദിൻ്റെ നിയമങ്ങളുണ്ടെന്ന് പറയുമ്പം പാരായണം വളരെ പ്രസക്തമാണെന്നർത്ഥം. പാരായണത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ എന്തിനാണ് നീട്ടുന്നത്? എന്തിനാണ് നമ്മൾ മണിക്കുകയും നിർത്തുന്ന സമയത്ത് നീട്ടി നിർത്തുകയൊക്കെ ചെയ്യുന്നത്? പ്രത്യേക ശൈലി. സാധാരണ അറബി ഭാഷ പറയുമ്പോൾ പോലും നമുക്ക് വെറുതെ പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ ആയിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ നമ്മൾ കട്ടി കുറച്ച് ഫിരഔൻ എന്ന് പറയുന്നു, ചിലപ്പോൾ കട്ടികൂട്ടി ഖിർത്താസ് എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ മണിക്കുന്നു, നീട്ടി മണിച്ചോതുന്നു. ഉറപ്പായിട്ടും പാരായണത്തിന് പ്രസക്തി ഉണ്ടെന്നർത്ഥം.